മദ്യശാലകൾ പൂട്ടിയതിന് പിന്നാലെ റിസർവ് ബാങ്കും പറ്റിച്ചതോടെ പെരുവഴിയിലായത് സാക്ഷാൽ തോമസ് ഐസക്കാണ്. പണത്തിന് എത്ര മുടക്കം വന്നാലും നാട്ടിൽ കുടിയന്മാർ വിത്തിടാത്ത വിള പോലെയുള്ളത് ഐസക്കിന് ഒരാശ്വാസമായിരുന്നു. അവർക്ക് സുപ്രീം കോടതി വിധി തിരിച്ചടിയായി. ഒപ്പം കെട്ടുകണക്കിന് നോട്ടുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ലോറിക്കാരും സമരത്തിൽ. ആകെ മൊത്തം ടോട്ടൽ ഐസക് പെടാപ്പാടിലായി സങ്കടം വിളിച്ചോതുകയാണ്. കേരളത്തിലെ പല ട്രഷറികളിലും ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. കറൻസി ഇല്ല RBIയുടെ പക്കൽ എന്നുള്ളതാണ്. ഇത് നിഷ്പക്ഷമായിട്ടല്ല RBI പ്രവർത്തിക്കുന്നത്, മറിച്ച് പക്ഷപാതപരമായിട്ടാണ്. ഈ ഉള്ള കറൻസി വിതരണം ചെയ്ത രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ വെച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നൽകുന്നു, മറ്റുള്ളവർക്ക് നൽകാതിരിക്കുന്നു. ഇതൊക്കെ ഒരു കാലത്തും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇങ്ങനെ പോകുന്ന കാള എന്ന് പൊന്നാനിക്കെത്തുമെന്നാണ് ചോദ്യം. റിസർവ് ബാങ്കിനെ എത്ര കുറ്റം പറഞ്ഞാലും തടി രക്ഷിക്കാൻ കുടിയന്മാർ തന്നെ വേണം. സുപ്രീം കോടതിയുടെ കനിവ് തേടി അങ്ങ് ദില്ലിയിലേക്ക് പോകുന്ന ഋഷിരാജ് സിംഗ് അടുത്ത തിങ്കളാഴ്ചയെ അവിടെ എത്തുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും പെസഹയും വിഷുവും ഈസ്റ്ററും ഒക്കെ എത്തും. എല്ലാം കൂടി പണവും മദ്യവും കിട്ടാതെ നാട്ടുകാർ മൊത്തം തീയിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതിനിടയിൽ സ്വയം രക്ഷയ്ക്കായി വാറ്റിക്കുടിക്കുന്നവർ അയൽക്കാരനും ഒരു പങ്ക് കൊടുക്കാൻ മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഡെമോക്രസിയുടെ സമയവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.